ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ഏവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. കാലചക്രം ഒരു വട്ടം കൂടി തിരിയുമ്പോൾ 2026 നാം കാലെടുത്ത് വെക്കുകയാണ്. ഭാരതീയ ചിന്താധാരയിൽ കാലം എന്നത് വെറും ഒരു കണക്കല്ല, അത് കാലസ്വരൂപനായ ഭഗവാന്റെ ലീലയാണ്. നമ്മുടെ പുരാണങ്ങളിൽ പാലാഴി മഥനം എന്ന മനോഹരമായ ഒരു കഥയുണ്ട്. അമൃതനായി ദേവാസുരന്മാർ പാലാഴി മഥനം ചെയ്തപ്പോൾ ആദ്യം ഉയർന്നു വന്നത് കഠിനമായ വിഷമായിരുന്നു. എന്നാൽ ആ വിഷത്തെ കണ്ട് അവർ പിന്തിരിഞ്ഞോടിയില്ല. മഹാദേവന്റെ സഹായത്തോടെ അവർ മഥനം തുടർന്നു. ഒടുവിൽ അമൃത് സ്വന്തമാക്കി. നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ചിലപ്പോൾ കൊടിയ വിഷം പോലെയുള്ള വിഷമഘട്ടങ്ങളും തിരിച്ചടികളും നാം നേരിട്ടിട്ടുണ്ടാകാം. എന്നാൽ അവയെ ഭഗവാനിൽ അർപ്പിച്ച് പ്രത്യാശയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായും നമുക്ക് പുതുവർഷം സഹായിക്കും. അമൃതിന് തുല്യമായ നേട്ടങ്ങൾ എല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. കർമ്മങ്ങളിലെ നൈപുണ്യമാണ് യോഗം. പുതിയ വർഷത്തിൽ നാം പുതിയ ലക്ഷ്യങ്ങൾ വെക്കുമ്പോൾ അത് കേവലം ആഗ്രഹങ്ങളായി ഒതുങ്ങാതെ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഫലത്തെക്കുറിച്ച് ആകുലപ്പെടാതെ കർമ്മം ചെയ്യുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു. പുതുവർഷത്തിൽ നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കാം. ഭൂമിയോളം ക്ഷമയുള്ളവരാകാൻ ശ്രമിക്കാം. മാധവ സേവ, മാനവ സേവ എന്നതുപോലെ മറ്റുള്ളവരെ സഹായിക്കാം. നമ്മുടെ എല്ലാ വിജയങ്ങളും പരാജയങ്ങളും ആ കൃഷ്ണപാദങ്ങളിൽ അർപ്പിക്കാം. 2026 നിങ്ങളുടെ ഭവനങ്ങളിൽ ഐശ്വര്യത്തിന്റെ മഹാലക്ഷ്മി കുടികൊള്ളട്ടെ. തടസ്സങ്ങൾ നീക്കാൻ വിഘ്നേശ്വരൻ തുണയ്ക്കട്ടെ. ബുദ്ധിയും ശക്തിയും നൽകാൻ സരസ്വതി ദേവിയും ഹനുമാൻ സ്വാമിയും കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ സുഖമായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ലോക സമസ്ത സുഖിനോ ഭവന്തു. ഏവർക്കും ഒരിക്കൽ കൂടി ശുഭകരമായ ഒരു പുതുവർഷം ആശംസിക്കുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു.